മലയാളം സർവകലാശാലയ്ക്ക് ഭൂമിയെടുക്കാൻ തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുനിന്ന് KT ജലീൽ MLA. വന്ന നിലക്ക് തിരൂര് വന്ന നിലക്ക് തവനൂര് ജയിലിൽ പോയിട്ട് ഹാരിസിനെയും കൂടി കണ്ടുപോകാമായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ യഥാർത്ഥത്തിൽ മൂപ്പരിവിടെ തിരൂരിൽ വരണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഏതായാലും വരണുണ്ടല്ലോ, ഓൻ്റെ വളരെ അടുത്ത അനുയായിയാണ് ഹാരിസ് തവനൂർ ജയിലിലുണ്ട്, 50 കോടി മുക്കിയിട്ടാണ് അവിടെ ജയിലിലിട്ടിരിക്കുന്നത്, അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞോണ്ടിന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹു ആഴലം, എന്താ ഇപ്പം സംഭവിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റൂല. പിന്നല്ലാതെ ലീഗുകാർ പറയാതെ അതൊക്കെ കൂടി എനിക്ക് എങ്ങനെ കിട്ടുക? അത് ശരി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും ഇവനെ പിന്തുണക്കാൻ വേണ്ടി വരുന്ന ലീഗിന്റെ നേതാക്കന്മാരൊന്ന് ഓർത്ത് വരിക. അല്ല, അവനാന്റെ തടി നോക്കിയിട്ട് വേണം സംരക്ഷണം ഒരുക്കാൻ. തടി കാത്തിട്ട് മുണ്ടിയാൽ മതി. അത് ഞാൻ അപ്പം തന്നെ പറയാം, അവനാന്റെ തടി കാത്ത് മുണ്ടിയാൽ മതി. ഞാനത് പറഞ്ഞതുകൊണ്ട് അല്ല ഞാൻ പറയട്ടെ, ഡൽഹിയിൽ ആസ്ഥാന മന്ദിരം ഞാനത് പറഞ്ഞതുകൊണ്ട് പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു KT ജലീൽ MLA. മലയാള സർവകലാശാലയ്ക്കായി തിരൂർ മാങ്ങാട്ടിരിയിൽ ഏറ്റെടുത്ത ഭൂമിയിൽ അഴിമതി ആരോപണം ആവർത്തിക്കുകയാണ്. ഇന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. അതിന് മറുപടി പറയുകയായിരുന്നു KT ജലീൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.